Hi all, this is Meera. Welcome back to our channel High School Max PSC. ഇന്നത്തെ വീഡിയോയിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് 2010 2010 മെയിൻസ് എക്സാമിലെ എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2010 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ PDF ഒന്നും തന്നെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കൊരു പ്രിയപ്പെട്ട നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നത്. അപ്പോൾ സബ്സ്ക്രൈബർക്ക് വളരെയധികം നന്ദി പറയുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ഇതിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 150 ആണ്. അതിൽ അതിന്റെ 40% മാർക്കാണ്. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150ന്റെ 40% 60 മാർക്കാണ് മിനിമം മാർക്ക് നിങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി സ്കോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 3 മണിക്കൂർ നിങ്ങൾക്ക് ലഭിക്കും. 150 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഇതിന്റെ സിലബസ് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ തന്നിരിക്കുന്ന ടെക്സ്റ്റുകൾ ഏതെല്ലാമാണെന്ന് പറയാം. ഒന്ന്, ദ സ്റ്റുഡൻസ് കംപ്ലീറ്റ് കൊമേഴ്ഷ്യൽ ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് ബാങ്കിംഗ് ബൈ ആർ ദ ഫീൽഡ് ഹൗസ്. അതുപോലെ തന്നെ അഡ്വാൻസ് അക്കൗണ്ട്സ് RN കാർട്ടർ അതിന്റെ ലേറ്റസ്റ്റ് എഡിഷൻ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കവർ ചെയ്യേണ്ട കുറേയധികം ചാപ്റ്റേഴ്സ് അതിന്റെ ടോപ്പിക്സ് പറയുന്നുണ്ട്. ചാപ്റ്റർ 1 ബുക്ക് കീപ്പിംഗ് അപ് ടു ട്രയൽ ബാലൻസ്. ചാപ്റ്റർ 2 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ചാപ്റ്റർ 5 depreciation, sinking fund, reserves, reserve fund, secret reserve. In chapter 6 bills of exchange, promissory notes, checks. Chapter 7 portion relating to voyage account. Chapter 9 self balancing ledgers. Chapter 10 capital and revenue account, receipts and payment accounts, income and expenditure account. ഇനി അടുത്തതായിട്ട് ഇവിടെ 16ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് മാനുഫാക്ചറിംഗ് ആൻഡ് വർക്കിംഗ് അക്കൗണ്ട്സ് ആൻഡ് കോസ്റ്റ് ബുക്ക് മൈനിങ് കമ്പനി. അടുത്ത ചാപ്റ്ററിൽ പറയുന്നത് അതായത് 17th ചാപ്റ്ററിൽ പറയുന്ന കോസ്റ്റ് അക്കൗണ്ട്സ്. ചാപ്റ്റർ 18th പറയുന്ന ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ഈ ഒരു ടോപ്പിക്സ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് എഡിഷൻ RN കാർട്ടറിന്റെ അഡ്വാൻസ് അക്കൗണ്ട്സ് ഈ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന എലിമെന്ററി ബുക്ക് കീപ്പിംഗിന്റെ സിലബസ്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു 2010 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ നമ്മുടെ ചാനലിലെ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഡിവിഷണൽ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ഇവിടെ 41ഓളം വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2018 മാത്സ് അരിത്മെറ്റിക് ആൻഡ് മെൻസുറേഷൻ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2016 കേരള വാട്ടർ അതോറിറ്റിയുടെ GK ആൻഡ് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ 2016 എലിമെന്ററി ബുക്ക് കീപ്പിംഗ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാത്സ് ആൻഡ് മെൻസുറേഷൻ പാർട്ടിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടോട്ടൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 200 മാർക്കിനാണ് ചോദിക്കുക. 100 മാർക്കാണ് ക്വാളിഫയിങ് മാർക്ക്. അപ്പം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ 5, 6, 2, 3, 8 ഇതേ രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 27/2018 ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ 27 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ആണ് ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ മെൻസുറേഷൻ ക്ലാസ്സസ് ഈ ഒരു ലിങ്ക് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റിനെ ബേസ് ചെയ്തുള്ള മെൻസുറേഷൻ ക്ലാസ്സസ് ആണ്. അപ്പം ഈ രണ്ട് പ്ലേലിസ്റ്റും ഇതിലെ വീഡിയോസ് ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് മെയിൻസ് എക്സാമിന് തയ്യാറെടുക്കുന്നവർ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് കമന്റ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹൈസ്കൂൾ മാത്സിന്റെ ഇമെയിലിലൂടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. 2010 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 246/2010 എലിമെന്ററി ബുക്ക് കീപ്പിംഗ് മാക്സിമം 150 മാർക്ക്, 3 മണിക്കൂർ ടൈം. ഇനി പലരും ചോദിച്ചൊരു സംശയം, ഇത് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ഇവർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് 2010 ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഓൾ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ബി ആൻസേർഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു പോകാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ വന്നിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻസിന് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. 5 × 3 15. ടോട്ടൽ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ 5 ക്വസ്റ്റ്യൻ, ടോട്ടൽ 15 മാർക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് വാട്ട് ഈസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. വാട്ട് ഈസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. Second one, differentiate between bills of exchange and promissory note. Differentiate between bills of exchange and promissory note. Third one, what is meant by voyage account?
What is meant by voyage account? Fourth one, what are the objectives of cost accounting? What are the objectives of cost accounting? Fifth one, explain the meaning of double account system. Explain the meaning of double account system. അപ്പം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവ. അടുത്ത സെക്കൻഡ് പാർട്ടിൽ വന്നിരിക്കുന്നത് what do you mean by depreciation? Describe the need for providing depreciation. What do you mean by depreciation? Describe the need for providing depreciation. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് from the following information prepare the necessary adjustment accounts under self-balancing system. From the following information prepare the necessary adjustment accounts under self-balancing system. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കാം. Debtors opening balances debit 2 lakh, credit 10,000. Bills receivable received 1 lakh, cash and check received 8 lakh, credit sales 10 lakh, discount allowed 30,000, bad debts 15,000, provision of bad debts 5,000, bills receivable discounted 50,000, bad debts recovered 5,000, transfer from debtors ledgers to debtors ledger to creditors ledger 5,000, return inward 20,000, transfer from creditors ledger to debtors ledger 6,000, closing credit balance of debtors 30,000. Fourth question, on 1/1/2007 Sun Limited purchased a plan for rupees 5 lakh. On 1/7/2007 an additional plan was purchased costing rupees 2,15,000. On 1/7/2008 plan purchased on 1/1/2007 was sold off for rupees 2 lakh. On 1/7/2009 a new plan was purchased for rupees 6 lakh and the plan purchased on 1/7/2007 was sold for rupees 2,10,000 on the same day. Depreciation is to be provided at 10% per annum on the written down value on 31st December every year. Prepare planned account for 3 years ending 31/12/2009. 15 marks ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. On 1/1/2007 Sun Limited purchased a plan for rupees 5 lakh. On 1/7/2000 an additional plan was purchased costing rupees 2,50,000. On 1/7/2008 plan purchased on 1/1/2007 was sold off for rupees 2 lakh. On 1/7/2009 a new plan was purchased for rupees 6 lakh and the plan purchased on 1/7/2007 was sold for rupees 2,10,000 on the same day. Depreciation is to be provided at 10% per annum on the written down value on 31st December every year. Prepare planned account for 3 years ending 31/12/2009. Okay, next question നോക്കാം. Define cost accounting. Define cost accounting. Differentiate cost accounting from financial accounting. Define cost accounting. Differentiate cost accounting from financial accounting. 10 മാർക്കാണ് ഈ ഒരു 5th ക്വസ്റ്റ്യന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Following is the trial balance of Mr. Anil on 31st March 2004. Particulars and debit and credit തന്നിരിക്കുന്നത്. Cash in hand 10,800, cash at bank 50,600, purchases 8,30,500, sales credit 19,75,600, returns inward 13,600, returns outward credit 10,000, wages 2,09,600, fuel and power 94,600, carriage on sale 64,000, carriage on purchases 40,800, stock 142,003, 1,15,200, building 6 lakh, freehold land 2 lakh, machinery 4 lakh, salaries 3 lakh, patents 1 lakh 50,000, general expenses 60,000, insurance 12,000, capital debit 14 lakh 20,000, sundry debtors 2,90,000,
Sundry creditors 1,26,000. Drawings 1,04,900. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് 35,031,600 ക്രെഡിറ്റും ഡെബിറ്റ് 35,031,600. Taking into account the following adjustments, prepare trading and profit and loss account and balance sheet. First one, stock on hand on 31st March 2004 is rupees 1,36,000. Machinery is to be depreciated at 10% and patents at 20%. Salary for the month of March 2004 amounted to rupees 30,000 were unpaid. Insurance includes a premium of rupees 1,700 due in next year. Wages include a sum of rupees 40,000 spent on erection of cycle shed for employees and customers. Sixth one, a provisions for bad debts is to be created to the extent of 5% on sundry debtors. 20 marks ആണ് തന്നിരിക്കുന്നത്. So 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 7th ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5നും 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 10. Rectify the following errors by giving correcting entries. First one, credit sale to Sunil rupees 800 has been recorded in purchases book. Second one, rupees 2,000 rent received from a tenant has been credited to a tenant's account. Third one, goods worth rupees 500 returned to Kannan has been recorded in return inwards book. Fourth one, rupees 1,000 spent on repair of furniture has been debited to furniture account. Fifth one, bad debts recovered rupees 5,050 has been credited to the customer's account. അപ്പം 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 10 മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Petty cashier received rupees 1,000 on January 1, 2010 from the head cashier. Prepare a petty cash book on the Impress system from the petty payment during the month of January 2010 for the following items. January 2010, 3 stamps 40 rupees, 5 taxi fare 160, 6 office files 80, 8 registration charges 20, 10 speed post 50, 13 telegram 40, 15 refreshment 20, 18 auto fare 40, 21 typing paper 100, 22 bus fare 20, 25 office cleaning 20, 30 courier services 30. Show the analysis of payments as postage and stamps, telephone and telegrams, conveyance and stationery and sundry expenses. Also show journal entry required in case the petty cash book is treated as memorandum book. 15 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. What is meant by non-profit organizations? Show the treatment of the following items by a non-profit organizations. What is meant by non-profit organizations? Show the treatment of the following items by a non-profit organizations. First one, legacy. Second one, life membership fees. Third one, donation. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10th one. From the following receipts and payment accounts of Sunshine Recreation Club for the year ended 31/3/2008 and additional information given, prepare an income and expenditure account for the year ended 31/3/2008 and a balance sheet as on 31st March 31st 2008. അപ്പോൾ ഇവിടെ റിസീപ്റ്റ്സും പേയ്മെൻറ്റ്സും അതിൻ്റെ റുപ്പീസും എല്ലാം തന്നെ തന്നിട്ടുണ്ട്. റിസീപ്റ്റ്സിൽ പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് 3,180, സബ്സ്ക്രിപ്ഷൻസ് 18,000, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പേഴ്സ് 2,500, ലെഗസീസ് 4,000, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2,000, എൻഡോവ്മെൻറ്റ് ഫണ്ട്സ് റിസീപ്റ്റ് 20,000, proceeds of sports and concerts 4,020, advertisement in yearbook 5,000, total 58,700. And then payments, secretary salaries 12,000, salaries to staff 25,000, charities 1,000, printing and stationery 600, postage expenses 120, rates and taxes 1,500, upkeep of the land 2,000, purchase of sports materials 10,000, telephone expenses
3,480. Closing balance cash in hand and at bank 3,58,700. First 2007 and March 31st 2008 were as follows. Subscriptions in arrears 2,000 and 1,000. Subscription received in advance 500 and 400. Furniture 2,000 and 1,800. Land 10,000 each. Depreciation shall be charged at 10% per annum under the diminishing value method. Legacies received shall be capitalized. Investments were made in securities. The rate of interest being 12% per annum. The date of investment was 1/6/2006 and the amount of investment was ₹20,000. Due date of interest 1st April every year. Stock or sports materials on March 31st 2008 were useless and valued at nil price. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. 25 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യന്, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150 മാർക്ക്, അതിൽ 60 മാർക്സ് മിനിമം ആണ് പറയുന്നത്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.